ചായ ഉണ്ടാക്കി കൊണ്ടുവന്നപ്പോഴാണ് താഴെ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നെന്ന് അറിഞ്ഞത്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ താഴെ നിന്ന് ഭയങ്കര കത്തിവെപ്പുകയായിരുന്നു. അത് കഴിഞ്ഞ് മണ്ടയ്ക്ക് കയറി വന്നപ്പോഴത്തേക്കും ചേട്ടനും കയറി ചേട്ടൻ വരാറായിരുന്നു. പുള്ളി ഓഫീസിൽ നിന്ന് ഫുൾ ഡേ ആയിട്ട് പുള്ളി വൈകുന്നേരം വന്നു. പിന്നെ മോക്കപ്പോഴത്തേക്കും കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഞാൻ തന്നെ കിഴങ്ങ് മുറിച്ചുണ്ടാക്കി കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ വിളക്ക് കത്തിച്ചു. അപ്പോഴത്തേക്കും ചേട്ടൻ വന്നു. ഭയങ്കര മഴയായിരുന്നു. പുള്ളി പെട്ടെന്ന് ഡ്രസ്സ് മാറിയിട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ ചേട്ടപ്പടിയെന്ന് പറഞ്ഞിട്ട് ചായ ഉണ്ടാക്കി കൊടുത്തു. നമ്മുടെ മുന്നത്തെ ചായ ഉണ്ടല്ലോ. അപ്പോഴത്തേക്കും തകർത്ത് തിമിർത്ത മഴ. അതിൻ്റെ കൂടെ പുള്ളിക്ക് അടുത്ത കോള് വന്നു. പുള്ളി പിന്നെയും ഓഫീസിൽ തന്നെ തിരിച്ചു പോയി. അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് ഷടപടിയെന്ന് പറഞ്ഞുകൊണ്ട് കഥവും കർട്ടനൊക്കെ കഥവും ജനലും എല്ലാം അടച്ചു മീൻസ് കർട്ടനൊക്കെ നീക്കിയിട്ട് സെറ്റാക്കി. കാരണം ഇല്ലെങ്കിൽ എറിച്ചിലടിച്ച് പെരയ്ക്കാതെ കയറും. എറിച്ചിലെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് ഈ മഴ പെയ്യുമ്പോൾ കാറ്റടിക്കുമ്പോൾ അതിൻ്റെ തുളിയായിട്ട് പെരയ്ക്കാതെ കയറത്തില്ല, അതാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഒരു കുക്കിംഗ് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് വലിയ കാര്യത്തിൽ കാന്താരി ചിക്കനാണ് ട്രൈ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ശരിക്കും ഞാനിതിൽ കാന്താരിയൊക്കെ അരച്ച് ചേർത്തു. മുളക് പൊടി വളരെ കുറച്ചിട്ടുള്ളൂ, പക്ഷേ എങ്കിലും നല്ല കളറുണ്ടായിരുന്നു. പക്ഷേ അടിപൊളി സാധനം. ഒരു കാന്താരി ചിക്കനാണ് ട്രൈ ചെയ്യാൻ നോക്കിയതെങ്കിലും ഒരു ഷവായി സെറ്റായി. പക്ഷേ അടിപൊളി മസ്റ്റ് ട്രൈ. എൻ്റെ മക്കളെ ഞാൻ ഇതിൻ്റെ വീഡിയോ എന്തായാലും വിടും, അടിപൊളി. പക്ഷേ തിന്നുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി. എടുത്തു, പക്ഷേ ഇതിൻ്റെ ആഡ് ചെയ്യാൻ മറന്നുപോയി. പിന്നെ ഒന്നേം തുടങ്ങണമെന്നുള്ള മടികൊണ്ടും പിന്നെന്താ പറയുന്നത്, മടിയാണല്ലോ എല്ലാം, അതുകൊണ്ടൊന്നും ഇല്ല. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ കൂടെ പാത്രം കഴുകാനുണ്ട്. എൻ്റെ മക്കളെ ഇഷ്ടം പോലെ പാത്രം കഴുകാനുണ്ട്. എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, ഈ 2 പേരുള്ളടത്ത് എന്തുമ്പോൾ ഇതിന് മാത്രം ജോലി ചെയ്യുന്നത്? കണ്ടോളൂ, അതിലൊരു ജോലിയാണ് ഇത്. ഇതുപോലെ പല ജോലികളും ഞാൻ ഇതിലിടുന്നുണ്ട്. ഓക്കെ, ഇനി എന്നോട് ആരും ഇങ്ങനെ ചോദിക്കരുത്, അതിനുള്ള ഇതാണ്. അതുമാത്രമല്ല, ഇത് ഞാൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുമല്ലോ, എന്താണ് ഇവിടെ പണി, എന്താണ് ഇത്ര പണി? 2 പേരല്ലേ ഉള്ളൂ, നിങ്ങൾ 3 പേരല്ലേ ഉള്ളൂ, ഒരു കുഞ്ഞല്ലേ ഉള്ളൂ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവർക്ക് വേണ്ടി ഞാൻ എൻ്റെ ഈ പാത്രം വഴുക്കൽ ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ ഇത്രയും പാത്രം കഴുകി വന്നപ്പോഴത്തേക്കും തന്നെ ഒരു 3/4 മണിക്കൂർ എൻ്റെ കഴിഞ്ഞു. 3/4 അത് ഞാൻ കയ്യിൽ നിൽത്തതാ, ഒരു അരമണിക്കൂർ എന്തായാലും ആയി. കാരണം അത്രയും പാത്രം ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ കാര്യത്തിൽ ഇങ്ങനെ പാത്രം കഴുകി വന്നപ്പോഴാണ് വെള്ളം തീർന്നാര് പറഞ്ഞത്. പിന്നെ അപ്പുറത്ത് നിന്ന് ഓൾറെഡി പിടിച്ച് വെച്ചിരിക്കുന്ന വെള്ളം എടുത്തുകൊണ്ട് വന്ന് എല്ലാം കഴുകി വന്നപ്പോഴത്തേക്ക് എൻ്റെ പകുതി മൂട് പോയി. അതാണ് എൻ്റെ മുഖം ഇങ്ങനെ വീർത്ത് കിട്ടിയിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുമല്ല, വീർത്ത് കിട്ടി തന്നെയാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ആ ഫുഡൊക്കെ ഉണ്ടാക്കിയതിൻ്റെ എണ്ണമയമൊക്കെ ആ ഗ്യാസിൽ എടുക്കുമ്പോൾ ഗ്യാസ് ഞാൻ എന്നും തുടയ്ക്കും. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ, എനിക്ക് ഗ്യാസ് തുടയ്ക്കാതെ എനിക്ക് ഉറക്കം വരത്തില്ല രാത്രിയിൽ. പിന്നെ നമ്മുടെ ഈ വൈപ്പ് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് മേടിച്ച ഒരു ടിഷ്യൂ പോലിരിക്കും, ഈ വണ്ടികളും ഒക്കെ തുടയ്ക്കുന്ന ഒരു സാധനമാണ്. പക്ഷേ എൻ്റെ മക്കളെ അടിപൊളി ചുമ്മാ ഒന്ന് വൈപ്പ് ചെയ്തിട്ട് അവിടെ സൂപ്പർ. പിന്നെ ഞാൻ സ്പ്രേ അടിക്കുന്ന സാധനം പണ്ട് സാനിറ്റൈസർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, അത് തീർന്നതുകൊണ്ട് അതിനകത്ത് ഞാൻ പച്ചവെള്ളം ഒഴിച്ച് ഇങ്ങനെ അടിക്കുമ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ. ഞാൻ പിന്നെ അവിടെ എല്ലാം വൈപ്പ് ചെയ്ത് തുടയ്ക്കും കേട്ടോ, അല്ലെങ്കിൽ ആ എണ്ണമയമൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കും. അത് പിന്നെ എനിക്ക് രാവിലെ ആകുമ്പോൾ എൻ്റെ മൂടേ പോകും. അതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ എല്ലാം വൈപ്പ് എത്ര എനിക്ക് സമയമില്ലെന്ന് പറഞ്ഞാലും രാത്രി ആകുമ്പോൾ ഞാനിതെല്ലാം വൈപ്പ് ചെയ്തിട്ട് ഞാൻ ഉറങ്ങത്തുള്ളൂ. എങ്കിലേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ രാവിലെ എണീക്കുമ്പോൾ തന്നെ. പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി മുന്നേ ഞാൻ എല്ലാ സാധനങ്ങളും പറക്കി ഇപ്പുറത്ത് വെച്ചായിരുന്നു, അത് പിന്നെയും പറക്കി അപ്പുറത്ത് വെക്കുന്നു. അങ്ങനെ അത് സ്ഥിരം എൻ്റെ പരിപാടി. അത് കഴിഞ്ഞ് പിന്നെ രാവിലെ എന്തുണ്ടാക്കണമെന്നുള്ളത് ചില ദിവസങ്ങൾ ഞാൻ എഴുതി ഒട്ടിച്ച് നോക്കിയില്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ ഞാനങ്ങ് മറന്നു പോകും. അങ്ങനെ ഞാൻ ഇലയപ്പത്തിൻ്റെയാണ് നാളെ ഇലയട നമ്മുടെ ചക്ക കുറച്ചിട്ടുണ്ട്, അത് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച് അത് എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ലൈറ്റൊക്കെ ഇട്ട് ഓഫ് ചെയ്തിട്ട് കിടക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ടാറ്റാ ബൈ ബൈ, ഓക്കെ സീ യു. ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ.